നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുകയും ചർച്ചകൾക്ക് വിധേയമാവുകയും ചെയ്ത ഒരു കേസ് തന്നെയാണ് 6 വയസ്സുകാരി തട്ടിക്കൊണ്ടുപോയ കേസ്. ഒയൂരിൽ 6 വയസ്സുകാരി തട്ടിക്കൊണ്ടുപോയ കേസുമായി ബന്ധപ്പെട്ട പോലീസ് കസ്റ്റഡി കാലാവധി അവസാനിച്ച പശ്ചാത്തലത്തിൽ 6 വയസ്സുകാരി തട്ടിക്കൊണ്ടുപോയ കേസിലെ മുഖ്യ പ്രതികളെ ഇന്ന് കൊട്ടാരക്കര കോടതിയിൽ അല്പസമയത്തിനകം ഹാജരാക്കും. ഉത്തരമില്ലാത്ത കുറെ ചോദ്യങ്ങളാണ് അപ്പോഴും അവശേഷിക്കുന്നത്. പ്രധാനമായ ആദ്യ ചോദ്യം, പ്രതിപട്ടികയിൽ 3 പേർ മാത്രമോ? കേസിൽ ഈ 3 പേർ മാത്രമെന്ന് പോലീസ് തറപ്പിച്ചു പറയുകയാണ്. മറ്റൊരു സാധ്യതയിലേക്ക് പോലീസ് അന്വേഷണം നീങ്ങിയിട്ടേയില്ല ഇതുവരെയും. പ്രതികൾ നൽകുന്ന മൊഴിയിലാണ് അന്വേഷണം അവസാനിപ്പിക്കുന്നത്. പ്രതികളുടെ സാമ്പത്തിക ബാധ്യത എന്താണ് എന്ന ചോദ്യവും അപ്പോഴുമുണ്ട്. പ്രതികൾക്ക് കടുത്ത സാമ്പത്തിക ബാധ്യതയുണ്ട് എന്ന് പോലീസ് ആദ്യം മുതൽ പറഞ്ഞിരുന്നു. സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിച്ചെന്നാണ് പോലീസ് പറയുന്നത്. വീടും ഫാമും ഉൾപ്പെടെ ബാങ്ക് വായ്പയിലുമാണ്. 1 കോടി രൂപ വീതം വീടിനും ഫാമിനും വായ്പ എടുത്തിരുന്നു. ലോൺ ആപ്പുകളിൽ നിന്നും ഇതര ബാങ്കുകളിൽ നിന്നും ലോൺ എടുത്തിരുന്നു. പലിശയ്ക്ക് നാട്ടുകാരിൽ നിന്ന് ലക്ഷങ്ങൾ കടം വാങ്ങുകയും ചെയ്തു. എന്നാൽ ആസ്തിയുടെയും ബാധ്യതയുടെയും കണക്കെടുപ്പ് ഇനിയും പൂർത്തിയായിട്ടില്ല എന്ന് അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നു. സംസ്ഥാനത്തിന് അകത്തും പുറത്തുമായി ഒട്ടേറെ ആസ്തികൾ കുടുംബത്തിന് ഉണ്ടെന്നാണ് രേഖകൾ. കൊല്ലം ഓയൂരിൽ 6 വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയ കേസിൽ അറസ്റ്റിലായ പത്മകുമാർ, അനുപമ, അനന്തകുമാരി എന്നിവരെ പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. കുട്ടിക്ക് എന്ത് മരുന്നാണ് നൽകിയത് എന്ന് അപ്പോഴും വ്യക്തവുമല്ല. കുട്ടിക്ക് നൽകിയത് മയക്ക് ഗുളികയാണ് എന്നാണ് പറയുന്നത്. ഡോക്ടറുടെ കുറിപ്പില്ലാതെ ഇതുപോലെയുള്ള മരുന്നുകൾ വാങ്ങാൻ കഴിയില്ല. ഏത് കടയിൽ നിന്നാണ് മരുന്ന് വാങ്ങിയത് എന്ന അന്വേഷണവും നടത്തിയിട്ടില്ല. കൂടുതൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതിയിട്ടിരുന്നോ എന്ന ചോദ്യത്തിന് ഇതുവരെയും ഉത്തരം കൃത്യമായി ലഭിച്ചിട്ടുമില്ല. കൂടുതൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതിയിട്ടിരുന്നതായും അവരെ സംബന്ധിച്ച വിവരങ്ങൾ ഡയറിയിലും നോട്ട്ബുക്കിലും ഉണ്ട് എന്നുമാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഈ കുട്ടികൾ തമ്മിൽ പ്രായം, രക്തഗ്രൂപ്പ് ഉൾപ്പെടെയുള്ളവയിലോ കുടുംബങ്ങളുടെ സാമ്പത്തിക അവസ്ഥയിലോ സാമ്യങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടില്ല ഇതുവരെ. തുടരന്വേഷണം ഉണ്ടാകുമോ എന്ന ചോദ്യവും അപ്പോഴും അവശേഷിക്കുന്നു. തുടരന്വേഷണത്തിനുള്ള സാധ്യത പക്ഷേ കുറവാണ്. ശാസ്ത്രീയ തെളിവുകളുടെ പരിശോധനാ ഫലം ലഭിച്ചിട്ടില്ല എന്നും തെളിവുകൾ ലഭിക്കുന്നത് അതനുസരിച്ച് കുറ്റപത്രത്തിലെ മാറ്റങ്ങൾ വരുത്തുമെന്നുമാണ് അന്വേഷണ സംഘം പറയുന്നത്. നിലവിലെ അന്വേഷണത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ അസംതൃപ്തിയുമുണ്ട്. പ്രതിയായ അനന്തകുമാരിയോട് പരുഷമായി സംസാരിച്ച ഉദ്യോഗസ്ഥയെ ഉന്നത ഉദ്യോഗസ്ഥൻ ശകാരിച്ചതായും വിവരമുണ്ട്. എന്നാൽ സ്ഥിരീകരണമില്ല. നേരത്തെ തന്നെ ഇവർക്ക് പിന്നിൽ മറ്റാരോ ഉണ്ടെന്നും ഇവർക്ക് കൃത്യമായ രാഷ്ട്രീയ അതുപോലെ തന്നെ പോലീസ് ഇടപാട് ഉണ്ട് എന്നും പലരും വിമർശിക്കുകയും ഈ പല ചോദ്യങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പോലീസുകാരി ശകാരിച്ചതിന് പിന്നാലെ പോലീസുകാരിയെ ശകാരിക്കാൻ ഉദ്യോഗസ്ഥരെ രംഗത്തെത്തിയ വാർത്തയും പുറത്തു വന്നത്.